ഹായ് ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന വീഡിയോ ഒരു വൺ ഡേ ടൂർ പ്രോഗ്രാമിൻ്റേതാണ്. ഇത് എയർഫോഴ്സ് അസോസിയേഷൻ്റെ ഒരു കൂട്ടായ്മയാണ്. എൻ്റെ ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു, റിട്ടയറായി. ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ അംഗമാണ്. എല്ലാ വർഷവും ഇതുപോലെ ടൂർ പ്രോഗ്രാംസൊക്കെ സംഘടിപ്പിക്കാറുണ്ട്. ഇന്ന് ഞങ്ങളൊരു വൺ ഡേ ടൂർ പ്രോഗ്രാമാണ് പോകുന്നത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് സാമ്പ്രാണിക്കൊടി. ഇത് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടൂറിസ്റ്റ് പ്ലേസ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടെ എത്താൻ. ഇപ്പോൾ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇനി ടിക്കറ്റ് എടുക്കണം. ഇവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ യാത്ര ചെയ്ത് വേണം അവിടെ എത്താൻ. ഒരാൾക്ക് 150 രൂപയാണ് ഫീസ്. കുട്ടികൾക്ക് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല. ഇനി ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്, അതിൽ കയറി വേണം നമുക്ക് സാമ്പ്രാണിക്കൊടിയിലെത്താൻ. ഇത് അഷ്ടമുടി കായലിൻ്റെ നടുവിലാണ് ഈ തുരുത്ത് വരുന്നത്. നടുവിലല്ല, കുറച്ച് ദൂരം ചെല്ലുമ്പോഴാണ് ഈ തുരുത്ത്. ചെറിയ ചെറിയ തുരുത്തുകളാണ്. ഇനി ഇതുപോലുള്ള ബോട്ടുകളിൽ കയറിയാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. എല്ലാവരും ബോട്ടിൽ കയറാനുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ ബോട്ടിൽ കയറി നമ്മൾ ഈ തുരുത്തിൻ്റെ ഒരു ഭാഗത്തെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് വള്ളത്തിൽ യാത്ര ചെയ്യാൻ പറ്റും. ഒരു അരമണിക്കൂർ വള്ളത്തിൽ അഷ്ടമുടി കായലിൻ്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് തിരികെ വരാൻ കഴിയും. അതിനായിട്ട് എല്ലാവരും വള്ളത്തിൽ കയറിയിരിക്കുകയാണ്. ഇത് വള്ളത്തിൽ പോകുന്നതിന് ഒരാൾക്ക് 100 രൂപയാണ്. ഏകദേശം 10 പേരോളം ഒരു വള്ളത്തിൽ കയറാൻ കഴിയും. അങ്ങനെ ഞങ്ങൾ വള്ളത്തിലൂടെ ഇങ്ങനെ അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ കേട്ടോ. ഈ വള്ളത്തിലൂടെ പോകുന്നൊരു നല്ല അനുഭവമായിരുന്നു. കൂടുതലും ഇതേപോലെ കണ്ടൽ കാടുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് കണ്ടൽ കാടുകളാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയായിരുന്നു. കൊല്ലം ജില്ലയിൽ ഇത്രയും മനോഹരമായ സ്ഥലങ്ങളുണ്ടെന്നൊക്കെ നമ്മൾ കൊല്ലക്കാർക്ക് പോലും അറിയുന്നില്ല. വിദേശികൾ ഒരുപാട്, തമിഴരും ഹിന്ദിക്കാരും ഒക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ മറ്റു ജില്ലകളിൽ നിന്നെല്ലാം ആൾക്കാർ വന്ന് ഇത് കാണുന്നുണ്ട്. കൊല്ലത്തുള്ളവർ ഇത് കാണാതിരിക്കുന്നത് ഒരു വളരെ വലിയ നഷ്ടമാണ്. ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ കുറേ ആൾക്കാർ വരാൻ പറ്റിയില്ല. അവർക്ക് പല പല സാഹചര്യങ്ങൾ മൂലം വരാൻ കഴിയാത്തവരുണ്ട്. അവർക്കൊക്കെ ഒരു വലിയ നഷ്ടമായിപ്പോയി എന്നേ പറയാനുള്ളൂ. അത്രയ്ക്ക് നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഈ സാമ്പ്രാണിക്കൊടിയിലേത്. ഇതേപോലെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളിൽ നമുക്ക് ഇറങ്ങി നിൽക്കാൻ കഴിയും. വള്ളത്തിൽ നിന്ന് ഇറങ്ങി നിന്ന് കുറേ നേരം സമയം ചെലവഴിക്കാൻ കഴിയും. അങ്ങനെ അരമണിക്കൂറോളം വള്ളത്തിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും സാമ്പ്രാണിക്കൊടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ നല്ല വേനലായതുകൊണ്ട് ഇവിടെ വന്ന നല്ല തണുപ്പുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഈ സമയം വരുന്നുണ്ട്. അതുപോലെ ഇത് കച്ചവടം നടത്തുന്ന ആൾക്കാർക്ക് നല്ല സമയമാണ്. പക്ഷേ വെള്ളത്തിൽ നിന്ന് വേണം ഇവർ ഈ കച്ചവടം നടത്താൻ. രാവിലെ വന്നാൽ വൈകിട്ട് 5:30 മണി വരെ ഇതുപോലെ വെള്ളത്തിൽ തന്നെ നിൽക്കണം എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചപ്പോൾ കാലിലൊക്കെ വേദനയും ചൊറിച്ചിലും ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നല്ല കച്ചവടം നടക്കുന്ന സമയമായതുകൊണ്ട് അവർക്കതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. മാങ്ങ, കൈതച്ചക്ക, പിന്നെ നെല്ലിക്ക, അതുപോലെ ജ്യൂസ്, വെള്ളം എല്ലാം അവിടെ ഉണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന പ്ലേസ് ആയതുകൊണ്ട് ഒരുപാട് അവർക്ക് നല്ല കച്ചവടം നടക്കുന്ന സമയവും കൂടി ആയതുകൊണ്ട് ഒരുപാട് നല്ല ആൾക്കാർ നല്ല കച്ചവടം നടത്തുന്നുണ്ട് അവിടെ. എല്ലാവരും പൈസ കൊടുത്ത് ഇഷ്ടം പോലെ വാങ്ങിക്കുന്നുണ്ട് ഇത് കഴിക്കുക. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിലൂടെ ഉള്ള കളികളും അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ആയിട്ട് എല്ലാവരും വളരെ ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കുട്ടികൾക്കൊക്കെ വേറെ ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു നനഞ്ഞ
നനയാൻ വേണ്ടിയിട്ട് ഒരു ഉടുപ്പ് കൊണ്ടുവന്ന് അതിലിട്ട് വെള്ളത്തിൽ കിടന്ന് കളിക്കുകയും ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർ അധികം ഒന്നും വെള്ളത്തിലിറങ്ങി കുളിച്ചൊന്നുമില്ല, എല്ലാവരും ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തതേ ഉള്ളൂ. ഒരു വേറെ സ്ഥലത്തുനിന്ന് വന്ന കുട്ടികളൊക്കെ അവിടെ കളിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. ചൂടൊട്ടും നമുക്ക് അനുഭവപ്പെടത്തില്ല. ചൂടുണ്ടെന്ന് വിചാരിച്ച് എല്ലാവരും തൊപ്പിയൊക്കെ വാങ്ങിയായിരുന്നു, പക്ഷേ ആരും അധികം തൊപ്പിയൊന്നും അങ്ങനെ വെച്ചില്ല. വള്ളത്തിൽ വന്നപ്പോൾ മാത്രമേ തൊപ്പി വെച്ചുള്ളൂ. പിന്നെ ഇവിടെ ഒരു അസൗകര്യം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് ഇടാൻ മാത്രം സൗകര്യമില്ല. ചെരുപ്പ് നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. എല്ലാവരും ചെരുപ്പ് ഊരി കയ്യിൽ പിടിച്ചേക്കുമായിരുന്നു. വള്ളത്തിലൊക്കെ ഇടാൻ പറ്റുമെന്ന് പറഞ്ഞു, പക്ഷേ വള്ളം എടുത്തുകൊണ്ട് പോയാൽ നമ്മുടെ ചെരുപ്പ് പോകുമെന്നുള്ളത് കൊണ്ട് ആരും വള്ളത്തിലിട്ടില്ല. പിന്നീട് ഞങ്ങൾ തിരികെ വന്നതിന് ശേഷം ലേ അറേബ്യ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി. ഒരുപാട് ഹോട്ടലുണ്ട്, എല്ലാം നല്ല ഹോട്ടലുകളാണ്, നല്ല ഊണാണ്, മീൻ കറി ഉൾപ്പെടെ ഊണുണ്ട്. പിന്നീട് നമുക്ക് സ്പെഷ്യൽ വേണമെങ്കിൽ എല്ലാവിധ കടൽ മത്സ്യങ്ങളും ഉണ്ട്. ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചി, പിന്നെ കരിമീൻ പൊള്ളിച്ചത്, അങ്ങനെ എല്ലാ സ്പെഷ്യൽ വിഭവങ്ങളും ഉണ്ട്. അങ്ങനെ എല്ലാവരും ബിരിയാണി വേണ്ടുന്നവർക്ക് ബിരിയാണിയുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ കഴിച്ച് ഒരു ദിവസം വളരെ സന്തോഷത്തോടുകൂടി എല്ലാവരും ചെലവഴിച്ചു. നല്ല മനോഹരമായ ഒരു പ്രദേശമാണ് സാമ്പ്രാണിക്കൊടി. എല്ലാവരും വന്ന് കാണണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിവിടെ വന്ന് കാണണം. കുറച്ച് നേരം എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിച്ചു. പിന്നീട് കുട്ടികളൊക്കെ ഐസ്ക്രീമൊക്കെ പിന്നെയും പോയി വാങ്ങി കഴിക്കുക. അവിടെ ഐസ്ക്രീമൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, വാങ്ങി കഴിച്ചു. പിന്നീട് ഇത് ഒരു ചേച്ചി കക്ക ഇറച്ചിയല്ല, മുരിങ്ങയെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇറച്ചിക്ക് മുരിങ്ങയെന്നാണ് പറഞ്ഞത്. നമ്മൾ കക്ക ഇറച്ചി പോലൊരു വിഭവമാണ്. കറി വെക്കാനൊക്കെ വളരെ നല്ലതാണ്. കിലോയ്ക്ക് 350 രൂപയാണെന്ന് പറഞ്ഞ് കുറേ ആൾക്കാരൊക്കെ വാങ്ങി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മനോഹരമായ ദിവസമായിരുന്നു ഞങ്ങളുടെ വൺ ഡേ ട്രിപ്പ്. മനസ്സിന് വളരെയധികം സന്തോഷവും എല്ലാം നൽകിയ ഒരു ദിവസമായിരുന്നു സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര. തൽക്കാലം